അപ്പോൾ ഇന്ന് തുടക്കക്കാർക്ക് പഠിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു തമിഴ് പാട്ടാണ്. ഇതിനകത്ത് ഒരു കോമൽ സ്വരം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോമൽ പഠിക്കാത്തവരാണെങ്കിൽ ഈ ഒരു പാട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കോമൽ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതിനകത്ത് ഒരു വരി മാത്രം കോമൽ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോമൽ സ്വരം പഠിക്കാൻ പറ്റും. നീയാണ് കോമൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇത് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ പഠിച്ച രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലൈൻ വരുന്നത് ഇങ്ങനെ. ഈയുടെ ഫ്ലൂട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് PVC ഫ്ലൂട്ട്. ഫസ്റ്റ് ലൈൻ സാഗരിമ ഗാഗ സാഗരിമ ഗാഗ. സാഗ സാഗരിമ സാഗരിമ ഗാ 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 ഗാ. ഗാഗ എന്നാണല്ലോ പറയുന്നത്. നമ്മൾ മായിൽ ഒന്ന് ടച്ച് ചെയ്തെടുക്കണം. ഗാ 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 ഗാ. അത് മായ എടുത്തിട്ട് വേണം വായിക്കാൻ. ഇങ്ങനെ പറഞ്ഞു. മാ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരണം. സാഗരിമ സാഗരിമ. മായിലോട്ടാണല്ലോ പോകുന്നത്. സാഗരിമ ഗാഗ ഗാഗ. അപ്പം ഗാഗ എന്ന് വായിക്കുമ്പോൾ മായിലൊന്ന് ടച്ച് ചെയ്യേണ്ടി വരും. രീപാമ ഗാഗ സാഗരിമ ഗാഗ രീപാമ ഗാഗ. ഇത് നമ്മൾ രണ്ടാമത്തെ പായ പഠിക്കുന്നത് കേട്ടോ. ഈ പായ പിടിക്കുന്നത് ഏത് വേണം പിടിക്കാം. അപ്പോൾ ആ ഗാഗ വായിക്കുമ്പോഴും നമ്മൾ മായിലൊന്ന് ടച്ച് ചെയ്യിക്കണം. അപ്പോൾ ആ മാ കറക്റ്റായിട്ട് കിട്ടും. ആ മായിലൊന്ന് ടച്ച് ചെയ്യണം. ഈ ലൈൻ തന്നെ 2 പ്രാവശ്യം വായിക്കണം. ഇപ്പോൾ വായിച്ചത് തന്നെ 2 പ്രാവശ്യം വായിക്കണം. ഇനി അടുത്ത ലൈൻ. അടുത്ത ഹൈ പിച്ച് ആട്ടോ. ഹൈ പിച്ചാണ്. ഈ നോട്ട് ഹൈ പിച്ചിലോട്ട് വരുന്നത്. പാപദ പദാദ പാപദ പദാദ. ഈ വരുന്ന നോട്ടിൻ്റെ കാര്യം പറയുന്നത് കോമലാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കണം. അതൊന്നുമില്ല, നമ്മുടെ കൈ ഇവിടുന്ന് പൊക്കരുത്. കൈ ഇവിടുന്ന് നമ്മളിങ്ങനെ പൊക്കരുത്. ഇങ്ങനെ അങ്ങ് പൊക്കരുത്. വരുന്നത് ഇത്രേ ഉള്ളൂ. ദാനി ധനീനി പദാപ്പ ദാനി ധനീനി പദാപ്പ. അപ്പോൾ വെള്ളം പൊക്കരുത് കേട്ടോ. വെള്ളം ഇങ്ങനെ പൊക്കാതെ അവിടെ തന്നെ വെച്ച് ഇങ്ങനെ ആക്കണം. കണ്ടല്ലോ, ഇങ്ങനെ ആക്കണം. പൊക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പൊക്കിയാൽ മതി. ഇങ്ങനെ ആക്കിയാൽ മതി. പൊക്കി ഇങ്ങനെ മാറ്റരുത്. ഇവിടെ വെച്ച് തന്നെ ദാനി ദാ കോമല് ദാനി ധനീനി പദാപ്പ ദാനി ധനീനി പദാപ്പ. ഇനി അടുത്ത ലൈൻ വരുന്നത് പാദപഗ മാമാഗമരി. പാദപഗ പാദപഗ മാമാഗമരി. പാദപഗ ഗാ കഴിഞ്ഞിട്ട് നിർത്തരുത്. പാദപഗ മാമാഗമരി. ഗമരി. അതിൻ്റെ ബാലൻസ് ഉണ്ട്. രീപാമ ഗാഗ ഗരിസനി രീപാമ ഗാഗ. ആ ഗായിൽ തന്നെ ഗരിസനി വായിക്കണം. രീപാമ ഗാഗ ഗരിസനി. മറ്റേ നോട്ട് ഇങ്ങനെ അടിക്കണം. രീപാമ ഗാഗ ഗരിസനി. അതിൻ്റെ കൂടെ തന്നെ വായിച്ചോണം. എക്സ്ട്രാ വേറൊന്നും ഉണ്ടാവശ്യമില്ല. ഗാഗ ഗരിസനി
വീണ്ടും നമ്മൾ ഫസ്റ്റ് ലൈൻ മുതൽ വായിക്കണം. രി പ മ ഗ ഗ രി സ നി. രിസനി എന്നപ്പം നമ്മൾ ഗായാണ് നീട്ടി വായിക്കുന്നത്. അപ്പം ഇത് രീ ആണ്. രി സ നി രി സ നി. ഗരിസനി ഞാൻ നോട്ട് എഴുതി വെച്ചേക്കുന്നെങ്കിലും രി പ മ ഗ ഗ, ആ ഗാക്ക് നീട്ടുണ്ട്. ഗ എന്നിട്ട് രി സ നി അങ്ങനെ വായിച്ചാൽ മതി. രി പ മ ഗ ഗ ഗ ഗ ഗ ഹോൾഡ് ചെയ്ത് നോക്കുക. ഗ ഗ രി സ നി ഗ ഗ രി സ നി ഗ ഗ രി സ നി. ഈ ലൈനോട് തീരുമ്പോൾ, ഈ മൂന്നാമത്തെ ലൈൻ തീരുമ്പോൾ വീണ്ടും ഫസ്റ്റ് ലൈൻ മുതൽ വീണ്ടും വരും. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ വായിക്കേണ്ടി വരും. അടുത്ത ലൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഗ പ പ പ ഗ പ പ പ. 3 ഭാഗമുണ്ട് കേട്ടോ. ഗ പ പ പ ഗരി സ സാരി ഗ മരി ഗരി. ഗ പ പ പ ഗരി സ സാരി ഗ മരി ഗരി. ഭാവച്ചനെ ഇതാക്കണം. ഗ പ പ പ ഗരി സ ഗ പ പ പ ഗരി സ സാരി ഗ മ രി ഗരി സാരി ഗ മ രി ഗരി. സാരി ഗ മ സാരി ഗ മ രി സാരി ഗ മ രി ഗരി. അപ്പം ഇത് സാരിഗമ കഴിഞ്ഞിട്ട് രീ വേണം പിടിക്കാൻ. സാരിഗമ രീ പിടിച്ചിട്ട് രിഗരി. സാരിഗമ കഴിഞ്ഞിട്ട് രീതിയിലോട്ട് കൈ കൊണ്ടുപോകണം. സാരിഗമ and ഇങ്ങനെ കൊണ്ടുപോകണം. സാരിഗമ രിഗരി. സാരിഗമ 2 പേർ ഒരുമിച്ച് അടയ്ക്കണം. സാരിഗമ രിഗരി. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈനും കഴിഞ്ഞു. ഇത് ആ ഒരു ലൈൻ 2 പ്രാവശ്യം വായിക്കണം കേട്ടോ. സാസ ത പ ദ ധ സാസ സാസ ദാ പിടിക്കുമ്പോൾ ഹൈ വരണം. സാസ ത പ ദ ധ ദാനി സരെ സാനി. ദാനി സരി സാനി ദാനി സരെ സാനി സനിദ. ദാനി സരെ സാനി സനിദ. ദാനി സരെ സാനി സനിദ. ആ നീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സനിദ എന്ന് വായിക്കണം. സനിദ. മനസ്സിലായല്ലോ? ലൈനും 2 പ്രാവശ്യം വായിക്കണം. ഇനി ലാസ്റ്റ് ലൈൻ ആട്ടോ. പാസനിദ പദമാഗമരേ പാസനിദ പദമാഗമരി. പാസനിദ പദമാഗമരി. പാസനിദ പദമാഗമരി. രി പ മ ഗ ഗ രി സ നി. ഇതാണ് ലാസ്റ്റ് ലൈൻ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലൈൻ. ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. ആദ്യമൊക്കെ പഠിക്കുന്നവർക്ക് കോമൽ സ്വരം പഠിക്കാൻ ഇച്ചിനോട് എളുപ്പമുണ്ട്. ഒറ്റ ലൈനേ ഉള്ളൂ കോമൽ സ്വരം വരുന്നത്. ആ ഒരു ലൈൻ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. പിന്നെ ഈ ഒരു സാധനം, എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു കൃഷ്ണൻ്റെ പടം, ഇതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുത്തേക്കും കേട്ടോ. ഞാനിത് വാങ്ങിക്കുമ്പോൾ 150 ഉള്ളൂ. ഇപ്പം അതിൻ്റെ വില എത്രയാണെന്ന് അറിയത്തില്ല. ഞാൻ മേടിക്കുമ്പോൾ 150 രൂപയുള്ളൂ. 5 പീസായിട്ട് കിട്ടുന്നൊരു കൃഷ്ണൻ്റെ പടമാണ്. ഫ്ലിപ്കാർട്ടിൽ മേടിക്കാൻ കിട്ടും. 5 പീസായിട്ട് കിട്ടുന്ന. എൻ്റെ ബാക്ക് സൈഡിൽ തന്നെ സ്റ്റിക്കറുണ്ട്. അത് ഇളക്കി നമ്മൾ ഭിത്തിയിലോട്ട് ഒട്ടിച്ചാൽ മതി. ബെഡ്റൂമിലോ അല്ല പൂജാമുറിയിലോ നിങ്ങൾക്ക് എവിടെ വേണ്ട ഒട്ടിക്കാം. 40 സെൻറ്റിമീറ്ററാണ് ഒരുമിച്ച് നോക്കുമ്പോൾ നീളം.
അല്ലാതെ ഗ്യാപ്പ് ഇട്ട് വെക്കാനും പറ്റും കേട്ടോ. ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് അത് വെക്കാനും പറ്റും. അപ്പോൾ അങ്ങോട്ട് 60 സെൻറ്റിമീറ്ററോളം നീളം വരും. നീളമല്ല, വീതി 60 സെൻറ്റിമീറ്ററോളം വീതി കിട്ടും അതിന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ അത് മേടിക്കാം. വേണ്ടി ഇതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.